ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ കാശ്മീരി സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാനും മാളും കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. ഇക്ക ഇല്ല കേട്ടോ, ഇക്ക ബിഹൈൻഡ് ദ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സാധനങ്ങൾ കാണിക്കാം. മാളുവിനെ കൊണ്ട് നമുക്ക് റേറ്റ് ഗെസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാശ്മീർ യാത്രയിൽ മെയിനായിട്ട് അറിയാമല്ലോ, എല്ലാവർക്കും അവിടെ നിന്ന് കുറച്ച് സാഫ്രോൺ കൊണ്ടുവരണം, അല്ലെങ്കിൽ വാൽനട്ട് കൊണ്ടുവരണം, അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും അവിടുത്തെ മെയിൻ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ സാഫ്രോൺ വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളും നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഫുള്ള് കാശ്മീരിലല്ല, കുറച്ച് സാധനങ്ങൾ നമ്മൾ സരോജിനിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് നടന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് വ്ലോഗിൽ കാണാം, വീഡിയോയിലോട്ട് പോകാം. ആളോ, ഈ സാധനങ്ങളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതെല്ലാം എനിക്കായിരിക്കും. അത് വേണ്ട, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡ്രസ്സ് വേണോ, ബാഗ് വേണോ, ഇങ്ങനത്തെ സാധനങ്ങൾ ഏതെങ്കിലും. ഓക്കെ, ഇത് നമ്മളെ കാശ്മീരി സംഭവമാണ് കേട്ടോ. അവിടുത്തെ സാഫ്രോൺ ഹണിയാണ്, അതായത് കുങ്കുമപ്പൂവും തേനും കൂടെ മിക്സ് ചെയ്ത ഹണിയാണ്. ഇത് നമ്മൾ ആ ഷോപ്പിൽ പോയപ്പോൾ അല്ലേ, നമുക്ക് അവർ വാൽനട്ടിൽ എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വ്ലോഗിൽ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാധനം. ഇത് എത്രയായിരുന്നു? 700 ഇതിൽ ഇട്ടേക്കുന്നത്. 650 രൂപയ്ക്ക് നമ്മൾ അവിടെ നിന്ന് തന്നു. ഇത് 500 ഗ്രാമിനാണ്. 1/2 കിലോ 650 ഗ്രാം. 650 രൂപ ഇല്ല കേട്ടോണ്ടിരിക്കുക. നെക്സ്റ്റ് സാധനം എടുത്തോ. ഇതെന്താണ്, നീ തന്നെ പറ. കാശ്മീരി കാശ്മീരി കാവ. ചായ കുടിച്ചില്ലേ? അതെ അതെ അതെ, ആ ചായയിൽ കണ്ട പോലെ തന്നെ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇക്കൊക്കെ ഇഷ്ടമായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഉണ്ടല്ലേ? അതെ, ഇവിടുത്തെ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ട് തോന്നി. നമ്മൾ കാവയെന്ന് പറയുമ്പോൾ കുറച്ച് കയ്പായിട്ടല്ലേ തോന്നണേ. പക്ഷെ ഇവര് അറിയില്ല, ഇതിൽ കുറച്ച് സംഭവങ്ങളും കൂടി ഇടണം. അവർ നട്ട്സ് വാൽനട്ടൊക്കെ പൊടിച്ചിടും, അതുപോലെ കുങ്കുമപ്പൂ ഇടും. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ട്രൈ ചെയ്യുന്ന വീഡിയോ ഇടും. അവിടുത്തെ നമുക്ക് റെസിപ്പി കറക്റ്റ് കിട്ടിയിട്ടില്ല, എന്നാലും നമ്മൾ ചെയ്യും. 375, നമുക്കൊരു 350 തന്നു. ഓക്കെ, കുങ്കുമപ്പൂ എത്രയായിരിക്കും? ഇറ്റു പറ. 750. ഓ, ഇത് എത്ര ഗ്രാമിന്റെ ആയിരുന്നു? 2 ഗ്രാമിന് 750. പക്ഷെ നമുക്കത് 600 കിട്ടി. അതായത് അതെ, ഇത് ഒറിജിനലാ. ഇത് അവരവിടെ ചെല്ലുമ്പോഴേ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കാൻ തരും. അപ്പം അത് കയ്പുണ്ടെങ്കിൽ, ആദ്യം കയ്പുണ്ടെങ്കിൽ അത് ഒറിജിനലാണെന്നാണ് പറയുന്നത്. എന്നിട്ട് നാക്ക് നല്ല കളറും വരും. അപ്പം അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് അല്ലേ. അങ്ങനെ നമുക്ക് ചെറിയൊരു ശരി, അവർക്ക് കൊടുത്തു നോക്കാം അല്ലേ. ഇത് പൊട്ടിക്കട്ടോ. പാലേ കുടിക്കുന്നില്ല. ഓക്കെ, ഇവരെന്ന് പറഞ്ഞാൽ പാലിൽ മാത്രമല്ല കേട്ടോ, ഇത് എടുത്ത് കഴിച്ചു. എല്ലാത്തിലും ചേർക്കുന്നു. ഈവൻ കറി നമ്മൾ കൂട്ടിയിട്ട് കൈ നോക്കിയാൽ ഈ കളറാണ്. നാക്കിൽ വെച്ച് കയ്പ് വരുന്നതാണ് ഒറിജിനൽ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നാക്ക് നോക്കണം. ഓക്കെ, നമുക്കല്ലേ ഞാൻ വീങ്ങി ചവച്ച് വെച്ച് കഴിക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഏതായാലും എടുത്തോ. ഓക്കെ, ബാഗ്. ഇത് നമ്മുടെ കാശ്മീരി ബാഗ്. ഇത് കാശ്മീരി അല്ല, ഇത് സരോജിനി മാർക്കറ്റ്, സരോജിനി നഗർ എന്നാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഓടി നടന്നല്ലേ സ്യൂട്ട് കേസൊക്കെ ചുരുട്ടി. അതൊക്കെ ഒരു കഥയാണ്. അപ്പോൾ സമയമില്ലാത്ത സമയത്ത്, അതും അവിടെ ശരിക്കും നോർമലി ആൾക്കാർക്ക് നടക്കത്തില്ല. ആ സമയത്താണ് നമ്മൾ രണ്ടുപേരും ഓരോ സ്യൂട്ട് കേസ് ഉരുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു ആ റോഡിൽ പോയിട്ടുള്ള അഴുക്കായ. പിന്നെ അതാണ് ഇവിടെ കൊണ്ട് നമ്മൾ കഴുകിയൊക്കെ എടുത്ത്. ഭയങ്കര കഷ്ടപ്പാടാണ്. അറിയാമല്ലോ, ആൾക്കാർ അവിടെ പോയിട്ടുള്ളവർക്ക്. ഇതിന്റെ കൂടെ ഉള്ളതാ? ഇതിന്റെ കൂടെ ഉള്ളതാ. ഇത് ഗെസ് ചെയ്. പ്രൈസാ? പ്രൈസ് കുറവല്ലേ? എന്ന് പറഞ്ഞ് 100 പറയല്ലേ. ഇത് കണ്ടിട്ട് ഇത് ഗെസ് ചെയ്യും. അത്യാവശ്യം കൊള്ളാം. 300. നാക്ക് കാണിച്ചുവിടുതേ. നാക്ക് തായി ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ചെറിയാണ്, പക്ഷെ സ്പേസ് ഉണ്ട്. പിന്നെ അകത്ത് 2 പാർട്ടീഷൻ. കൊള്ളാം അല്ലേ? കളറും കൊള്ളാം. നെക്സ്റ്റ് നമ്മുടെ സ്ലിംഗ് ബാഗാണ്. ഇത് ഗെസ് 200. ഉറപ്പിച്ചാ? 250. ഉറപ്പിച്ചാ? ഇനി ഒരു ഗെസ്സും കൂടെ ഉള്ളൂ. ഓക്കെ,
300. ഇതും 300. അവിടെ എല്ലാം 300. രണ്ടും ഒരു വാല്യൂ പറയണ്ടെന്ന് വിചാരിച്ചു. ഇതും ഇതുപോലെ 2 പാർട്ടീഷൻ അകത്ത് അറിയാലോ. ഓക്കെ, ഈ ബാഗ് ഗസ് ഒരു 700 ഇതെല്ലാം ഉണ്ട്. ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയേ. പക്ഷെ 600 ആയിരിക്കും. ഉറപ്പിച്ച 550 അല്ലെങ്കിൽ 600. ഉറപ്പിച്ച ഇനി മാറ്റി പറയാനില്ലല്ലോ. ഇല്ല. ചാനലിന്റെ അല്ല, ചാനലിൽ വേറെ എത്ര 350. അത് കൊള്ളാം. ഇത് നല്ല ബാഗ്, നമുക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ വെക്കാം. കൊള്ളാം, കളറും കൊള്ളാം അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് സാധനം ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് ഏതെടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ. ഇതെന്തായിരിക്കും? കടയുടെ പേര് നോക്കിയിട്ട് പറയല്ലേ. ഓഗസ്റ്റാ? ഇത് മെറ്റീരിയൽ, ഇത് സംഭവം നമ്മളെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ കയറിയതാണ്. കശ്മീരി ഈ സ്യൂട്ട് അതൊക്കെയുള്ള. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു. നമ്മൾ കുറേ ചോദിച്ചൊക്കെ നോക്കി അല്ലേ, അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു. ഷോളും ഷോളൊക്കെ പിന്നെ നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്. അവിടെ നിന്ന് പിന്നെ ഇറങ്ങാൻ നേരത്ത് പിന്നെ ഈ ഒരെണ്ണം എടുത്തിട്ട് ഇറങ്ങി. അതാ, ഇത് കൊള്ളാവോ? ഗസ്സി റേറ്റ്, ഗസ്സി. ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും നീ ഇത് കാണുമ്പം എനിക്ക് തോന്നുന്ന റേറ്റ് പറഞ്ഞോ. ഇത് ടോപ്പല്ലേ? മെറ്റീരിയൽ ഇത്ര സ്റ്റിച്ച് ചെയ്യാൻ. ഇത് ടോപ്പിന്റെ മാത്രം. ഇത് ഷോൾ ഇങ്ങനത്തെ ഒരു നെറ്റ് ഷോളാണ്. നമ്മൾ നോക്കിയില്ല. പക്ഷേ കുഴപ്പമില്ല, നെറ്റ് ആയതുകൊണ്ട് ഇനി വരേണ്ടതായിരിക്കും. ആയിരിക്കും. പക്ഷെ നല്ല കടയാട്ടോ. ഇത് പാൻസിന്റെ പീസ് 1000 ഉറപ്പിച്ച 1500 ആയി. വാങ്ങണ്ടായിരുന്നു. പിന്നെ നമുക്ക് റിഗ്രറ്റ് ആയി. അത്രയ്ക്കൊന്നും ഇല്ല. ആകെ ഇത് മാത്രം. അതാണ് സത്യം. ആ വിലക്കല്ലേ. പിന്നെ അവിടെ 2500 3000 അടിപൊളി ഡ്രസ് ഉണ്ട്. 3000 റേഞ്ച്, നല്ല കളേഴ്സും അവരിടുന്ന പോലത്തെ ഡ്രസ്സ്. ചിലപ്പോൾ നമ്മൾ പോയോണ്ടായിരിക്കും ആ റേറ്റ് പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് നമുക്ക് ആകെ ഒരു വിഷമം വന്നൊരു സംഭവം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇതെന്തായിരിക്കും? കണ്ടിട്ട് എന്ത് തോന്നുന്നു? പുതപ്പ്. ശരിക്കും പുതപ്പ് പോലെയാണ് അവിടുത്തെ നാട്ടുകാർ ഇത് ഉപയോഗിക്കുന്നത്. ഷോളാ അവിടുത്തെ മെയിൻ സംഭവമാണ് ഇങ്ങനത്തെ ഷോള്. ഇത് സെമി പശ്മിനയാണ്. ഒറിജിനൽ നല്ല റേറ്റ് ആയിരിക്കും. ഇതതിൻ്റെ സെമിയാണ്, അതായത് ഭയങ്കര സോഫ്റ്റാണ്. പശ്മിന ഫേമസ് ആണല്ലോ അവിടുത്തെ പശ്മിന. ഗസ്സി റേറ്റ്, ഗസ്സി. സോഫ്റ്റ് അല്ലേ? മെറ്റീരിയൽ നല്ല. അതെ അതെ. ഇത് 2 സൈഡിലും ഇടാം. അതാണ് കാണിക്കാം. ഇത് 2 സൈഡിലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇടാം, തിരിച്ചു ഇടാം. അങ്ങനെ കൊള്ളാല്ലേ ഇത്? ഇത് റേറ്റ് പറ. 300. എത്രയാ? 300 തന്നെ അല്ലേ? അല്ലെങ്കിൽ അത് തന്നെ. ഓക്കെ, മാള് പണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് പുതപ്പ്. അതെ, പുതപ്പ് പോലത്തെ അവരുടെ ഷോളാണ്. ഇത് ഇത് കുറച്ച് വേറൊരു മെറ്റീരിയലാണ്. അതുപോലത്തെ പശ്മിന അല്ല, ഇത് വേറൊരു. ഇത് ശരിക്കും കമ്പിളി പോലത്തെയാണ്. ഗേറ്റ് എന്ന് റേറ്റ് ഗസ്സി. ഇത് 400, 300, 350, 400 ആ റേഞ്ച് അല്ലേ? എത്രയാണ്? 150 200 അല്ലേ? 200. ഇത് 200 ഉള്ളൂ. അത് കൊള്ളാം അല്ലേ? ഇതും അങ്ങനത്തെ 2 എണ്ണം ഒരേപോലത്തെ ഇതാണ് കേട്ടോ. ഇത് രണ്ടും വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതുപോലത്തെ സ്കാർഫ്. അറിയില്ല, അതും 200 ആയിരിക്കും. ഉറപ്പിച്ച? ഇതും തിരിച്ചും മറിച്ചും ഇടാം. അത് രണ്ടും ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്? അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കളർ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടി ബ്രൗൺ പോലത്തെ, ഇത് കുറച്ചുകൂടി വൈറ്റ് അല്ലേ? അല്ലേ, വ്യത്യാസമല്ലേ? ഒരുപോലെയാണ്. ബ്ലാക്ക് തിരിച്ചേ, ബ്ലാക്കിൽ ഡിഫറൻസ് ഉണ്ട്. ബ്ലാക്കിൽ കാണും. വൈറ്റ് ആയതിന്റെ ഡിഫറൻസ് തോന്നുന്നതാണ് ഗൈസ്. കണ്ടാ
ആ ഇവിടെ വ്യത്യാസം വ്യത്യാസം അത് കുറച്ചുകൂടി ഗ്ലിറ്റർ പോലെ തോന്നും അല്ലേ? ആ തിരിച്ചു മറിച്ചു വിടാം. ഇതിന്റെ റേറ്റ് നീ എത്രയാ പറഞ്ഞേ? 200. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓരോന്ന് 200. ഇതൊക്കെ അവിടെ ഇടത്തുള്ളു കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇട്ടേ പറ്റൂ. ഇത് അല്ല, ഇവിടെയും വിന്റർ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി, അവിടെ അവർക്ക് ഇപ്പോഴേ ഇത് വേണം, നമുക്കൊരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ അല്ലേ ഇടാം. ഡിസംബർ ആയി എന്നാലും ചൂടല്ലേ നിങ്ങൾ? ഫാൻ ഇടാതെ വിയർക്കുന്നുണ്ട് ഗൈസ്. ഇത് 3 എണ്ണം ഒരേപോലെ നമ്മൾ സിസ്റ്റേഴ്സിന് വേണ്ടി വാങ്ങിയ. അപ്പോൾ ഇത് പാൻസ്, ഇങ്ങനത്തെ വൂളൻ പാൻസ്. ഇത് ശരിക്കും നമുക്ക് പുറത്ത് ലുലുവിലൊക്കെ പോകുമ്പോൾ ഇടാത്തേ പറ്റൂ. ഓക്കെ, ഇത് എത്രയാ? നല്ല കട്ടിയാണ് ബ്ലാങ്കറ്റ്. ഇത് മറ്റേ വെൽവെറ്റ് പോലത്തെ, വെൽവെറ്റ് സ്ട്രെച്ചബിൾ ടൈപ്പാ അകത്ത് ഇങ്ങനെ. ഇത് തിരിച്ചിടത്തില്ല, വേണമെങ്കിൽ ഇടാം, കൊള്ളാം. പക്ഷെ ഇവിടെ ഇതുണ്ട്. വരും 250, 300, 200. 200. Yeah, 200. ആ എറൗണ്ട് പറയുന്നുണ്ട് കേട്ടോ, പണ്ട് കച്ചവടമായിരുന്നു. നമ്മൾ ഇരിക്കുന്ന രണ്ടത്തൊന്നും ഇങ്ങനെ കച്ചവടത്തിന്. ആ ഇനി ഇത് സ്പെഷ്യൽ സാധനം ഞാൻ പൊട്ടില്ല. അതെ, ഇതൊക്കെ അവര് തരുമോ ഡ്രസ്? പൈസ കൊടുക്കണം, അത്രേ ഉള്ളൂ. എല്ലാത്തിനും പൈസയാണ് അവിടെ. ഇത് പഞ്ചാബി, ഇത് അവിടുത്തെ എന്തോ ഷോളും ഡ്രസ്സൊക്കെയാ. എന്നിട്ട് അയാൾ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറയും. എന്നിട്ട് ആ സ്റ്റെപ്പ് അവിടുത്തെ എന്തോ ഗുംഗുറയോ അങ്ങനെ എന്തോ ആ ഫേമസ് ആണ്. അത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ ഫോട്ടോ. ഇതൊക്കെയാണ് ഗൈസ്, അത് കൊണ്ടുവരും. ഇതൊക്കെയാണ് അവിടെ കിട്ടിയ ഫോട്ടോസ്. എന്നിട്ട് ഇക്ക എടുക്കാതിരിക്കാൻ വേണ്ടി അവർ ദൂരോട്ട് പോകും. അവരുടെ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ്. ഡ്രസ് ഇടണോ? ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ എന്തിട്ടേക്കുന്നു? ഓ അത് തന്നെ. ആ ജസ്റ്റ് അവര് പറന്നൊരു സാധനം പെട്ടെന്ന് കിട്ടിയരും. തലയിൽ ആ സംഭവം ഓർണമെന്റ് വെച്ചുതരും, ഇവിടെ വെച്ചുതരും. അങ്ങനെ വെള്ളമൊക്കെ കളയണം. ആ അത് വെള്ളം അവർ പെട്ടെന്ന് കൊരിട്ട് അത് കളയാൻ പറയും. ഭയങ്കര സ്പീഡിന് അവർ എടുക്കുന്ന കേട്ടോ. ഇനി ശ്വാസം വിടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഓരോ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത് തന്നോണ്ടിരിക്കുക. ഇത് എന്നിട്ട് നമുക്ക് പ്ലാസ്റ്റിക് അപ്പൊ തന്നെ തരുമോ? ഇത് നമ്മള് തിരിച്ചു വരുമ്പോ തരും. ഏത് ഫോട്ടോ ഏറ്റവും നല്ലത്? ഇതല്ലേ ഏറ്റവും കോമഡി ഏതാ? കോമഡി ഇത് തന്നെ. അവരെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇതാ ഈ കുട്ടി കളിയാക്കുകയാണ്. ഡ്രസ് കൊള്ളാം. എനിക്ക് ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഡ്രസ് ഇടണമെന്ന്. അവസാനം വയ്യാണ്ടിരുന്ന ഒരുമിച്ച് ഫോട്ടോ എപ്പോഴും അയാൾ വിളിച്ചിട്ട് വാ ഇറങ്ങി ഏത് ഡ്രസ്സ് വേണമെന്ന് വരെ ചോദിച്ചു. പക്ഷെ ഇക്കാക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഡ്രസ് ഇല്ലാന്ന് എടുത്തുതരാൻ പറയും. നമ്മളെ ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കുമായിരുന്നു. അവിടെ പൈസ എന്നാ 100-200 കൊടുത്താലൊന്നും അവർക്ക് ഓക്കെ അല്ല. 500 മിനിമം വേണം. അതാണ് ചിലർ മറ്റേ ഭീഷണിപ്പെടുത്തേക്കാണ് പൈസ വയ്ക്കണേ അല്ലേ? നമുക്ക് ഓൾറെഡി പൈസ ഇക്ക അവസാനം ആരുടെയൊക്കെ ചൂടാവുന്നുണ്ട്. ഞാൻ 11 ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അതാണ്, അതൊക്കെയാണ് അതിന്റെ കഥ. ഓക്കെ, ലാസ്റ്റ് ഐറ്റം ആണോ? ലാസ്റ്റ് അല്ല, 1-2 ഐറ്റംസ് കൂടി ഉള്ളു നോക്കാം. അടുത്തത് സെയിം മെറ്റീരിയൽ ഇവിടെ കണ്ടില്ല. ആഹാ, നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കണ്ടാണ്. കാരണം അവിടെ നിന്നാണ് ഇങ്ങോട്ടെല്ലാം വരുന്നത്. ഇതെവിടുന്നാന്ന് അറിയോ? സരോജിനിന. ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ. ഇത് എത്രയാണെന്ന് നീ ഗസ് ചെയ്യണം. 3 കളേഴ്സ് ഉണ്ട്. ഫിക്സഡ് പ്രൈസിന് ഇതിലും എഴുതി വെച്ചേക്കുവായിക്ക. ഷോപ്പ് നമ്പർ 50 to 53 അതാണ് നമ്മൾ വാങ്ങിയത്. അതിൽ റേറ്റ് ഇല്ല. എക്സ്ചേഞ്ച് ചെയ്യാൻ കേട്ടാ വിത്തിൻ 7 days. എന്നാ പോയിട്ട് വരാം. എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് പിടിച്ച സത്യം. ബാഗ് സ്യൂട്ട് കേസ് ഒക്കെ വെച്ചായതുകൊണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഇത്ര സാധനങ്ങളാണ് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ റേറ്റ് ഒന്നും എഴുതിയിട്ടില്ല. നീ പറ റേറ്റ് പറ, എത്ര വരും? 350. ഉറപ്പിച്ച? കറക്റ്റ്. ഇക്ക പറഞ്ഞായിരുന്ന റേറ്റ് ഒക്കെ? അപ്പൊ അത് കറക്റ്റ് പറയാനുണ്ട് കേട്ടോ. അപ്പൊ അത് 3 കളേഴ്സ് ഉണ്ട്. 3 കളേഴ്സ്. ഓക്കെ,
ലാസ്റ്റ് തിരിച്ചു കാണിച്ചു. ഇത് വേറൊരു മോഡലാണ്. ശരിക്കും നമ്മൾ ഇത് സരോജിനി കുറച്ച് കടയും കൂടെ നോക്കി, പക്ഷെ ഇപ്പൊ വിന്റർ സീസൺ ആയതുകൊണ്ട് എല്ലാം വിന്റർ ക്ലോത്ത്സ് അവിടെ ഇട്ടേക്കുന്നത്. നമുക്കുള്ളതൊന്നും അവിടെ ഇല്ല. ഇത് വേറൊരു മെറ്റീരിയലാ. ഇത് കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. വലുതാ ഇത് ഡബിൾ എക്സൽ. ഇത് ഓക്കെ. അപ്പോൾ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ആപ്പിൾ ഓറഞ്ചൊക്കെ വാങ്ങി. ഡ്രൈഡ് ആപ്പിളിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാവും, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡ്രൈഡ് ആപ്പിൾ വാങ്ങി നമ്മൾ കഴിച്ച് ആകെ പ്രശ്നമായതാണ്. അത് അവിടെ തന്നെ നമ്മൾ കളഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് അറിയാലോ, പോയിട്ടുള്ളവർക്കും വീഡിയോസ് കാണുന്നവർക്കും അറിയാം, ഫേമസ് ആയിട്ടുള്ള മൂൺ ലൈറ്റിൻ്റെ വാൽനട്ട് ഫഡ്ജാണ്. മാളു റീൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലേ. ഓക്കെ, വാൽനട്ട് ഫഡ്ജ് അത് ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ആ ഷോപ്പിന് വേണ്ടി നമ്മൾ എത്ര ദൂരം പോയി? 30 മിനിറ്റ് അല്ലേ, അരമണിക്കൂർ എക്സ്ട്രാ ട്രാവൽ ചെയ്ത് പോയി. എയർപോർട്ട് റോഡിലാണ് എയർപോർട്ട്. പിന്നെ നമ്മൾ ഇത് ആദ്യം ഫസ്റ്റ് ഒരു കടയിൽ പോയി, മൂൺ ലൈറ്റിൻ്റെ. അതാണ് മൂൺ ലൈറ്റും ഉണ്ട്, പക്ഷെ അത് ടീ ഷോപ്പായിരുന്നു, കോഫി ഷോപ്പായിരുന്നു. അവിടെയല്ല. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ അപ്പുറത്തോട്ടൊരു കടയുണ്ട്, അവിടെയാണെന്ന്. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ മൂൺ ലാൻഡാണ്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇതെല്ലാം മനസ്സിലായി. പിന്നെ മാപ്പ് എടുത്തപ്പോൾ 30 മിനിറ്റ് എക്സ്ട്രാ പോകണം. പിന്നെ എന്നിട്ട് നമ്മൾ പോയി ഈ സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം, നമ്മൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു. 2 പീസ് എക്സ്ട്രാ വാങ്ങിയിട്ട് നമ്മളെ ടാക്സി ചേട്ടൻ്റെ കൂടെ വന്ന ആ മോനും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. ചേട്ടൻ എന്തോ പറഞ്ഞ് കുറച്ചും കൂടി നല്ല സാധനം വേറെ ഉണ്ടെന്നല്ലേ? ഇതല്ല, ഇതിനേക്കാളും അവർക്കറിയാലോ, അവരുടെ നാട്ടിൽ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണേ. നമുക്കെന്തായാലും മാളും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതാണ് സംഭവം. ഇത് കൊണ്ടുവന്നപ്പോൾ ഇത് ഫുള്ളായിട്ടിരുന്നതാണ്, ഇപ്പോൾ നീങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ കുറച്ച് റേറ്റ് ഉണ്ട്. നമ്മൾ 1 kg ആണ് വാങ്ങിയത്. 1 kg 1200 രൂപയാണ്. അവിടെ ഫുൾ ബോക്സസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. 70 രൂപ. സംഭവം എന്ന് വെച്ചാൽ വാൽനട്ട് ഫഡ്ജാണ്. അതായത് വാൽനട്ടും എത്രയോ പെർസെൻറ്റേജ് എനിക്കറിഞ്ഞൂടാ, എത്രയോ പെർസെൻറ്റേജ് വാൽനട്ടും ബാക്കി അവരുടെ ഹണിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല അടിപൊളി സാധനമാണ്. കഴിച്ചു നോക്കും. നീ ഒരു പീസ് എടുത്ത് കഴിച്ചിട്ട് പറ. ചെറിയൊരു കയ്പൊക്കെ ഉണ്ട് കേട്ടോ, അത് കഴിച്ചു നോക്കാം. അല്ല, അന്ന് എനിക്ക് വയ്യാത്തോണ്ടാണെന്ന് അറിയാം. കൊള്ളാമോ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഞാൻ കഴിച്ചോട്ടെ. ഞാനൊന്ന് വയ്യാതിരുന്ന് കഴിച്ചിട്ട് എനിക്ക് എത്ര നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പോയി വാങ്ങേണ്ട കാര്യമുണ്ടോ? നല്ല, പക്ഷെ നല്ല മധുരം. മറ്റേ ശർക്കരയുടെ ഒക്കെ വരും, പഴം ശർക്കര ആ ഒരു ടേസ്റ്റ്. നമ്മൾ മറ്റേ വത്സൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേണ്ടേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. കാശ്മീർ, സരോജിനി നഗർ എല്ലാ സ്ഥലത്തു നിന്നും വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ അൺബോക്സ് ചെയ്ത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് പറ്റുന്ന സംഭവം. നമ്മൾ ഫ്ലൈറ്റിലും കൂടെ ആയതുകൊണ്ട് വെയിറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ സരോജിനിന്ന് ഞാൻ പറഞ്ഞില്ലേ, സൂട്ട് കേസ് കൊണ്ടിട്ട് നമുക്ക് എല്ലാം ഓടി നടന്ന് വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിയത്. വാലറ്റ് ഫഡ്ജ് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അപ്പം അത് വർത്താണോ കഷ്ടപ്പെട്ട് നമ്മൾ പോയി വാങ്ങുന്നത്? കൊള്ളാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, ബൈ.